ഇന്ത്യയുടെ വ്യാപാര ഭൂപടത്തെ മാറ്റിമറിക്കുന്നതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. സംസ്ഥാനത്ത് സമഗ്ര മുന്നേറ്റത്തിനും വിഴിഞ്ഞം വഴിയൊരുക്കും. പശ്ചാത്തല വികസനവും തൊഴിൽ ലഭ്യതയും ടൂറിസം മേഖലയിലെ വളർച്ചയുമാണ് സംസ്ഥാനത്തിന്റെ പ്രധാന പ്രതീക്ഷ. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി സുരേഖയാണ് ആദ്യം തന്നെ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. സുരേഖ, ഗുഡ് മോർണിംഗ്. ഏറെ അഭിമാന നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളായി അതുമായി ബന്ധപ്പെട്ട വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിലായിരുന്നു സംസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് ഇപ്പോൾ അത് യാഥാർത്ഥ്യമാകുമ്പോൾ ഏറെ പ്രതീക്ഷയാണ് ഉള്ളത്. അത് എല്ലാ മേഖലകളിലും പ്രതിഫലിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് ഈ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുടെ പ്രധാനപ്പെട്ട വീക്ഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? പ്രിയ, തീർച്ചയായും വലിയ ഒരു ചരിത്രത്തിലേക്കാണ് ഇന്നലെ കേരളം കടന്നത്. വലിയൊരു സ്വപ്ന സാക്ഷാത്കാരം, കേരളത്തിൻ്റെ വലിയൊരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്നലെ വിഴിഞ്ഞത്തിലൂടെ നടന്നിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഈ നേരത്തെ ക്രെയിൻ കൊണ്ടുവരാനുള്ള വലിയ കപ്പലുകളൊക്കെ തന്നെയും വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്നലെയാണ് ഇത്തരത്തിൽ ചരക്ക് ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള മദർഷിപ്പ് ഇത്തരത്തിൽ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ കപ്പലിന് സ്വീകരണം നൽകുകയും ചെയ്തു. വലിയ രീതിയിലുള്ളൊരു മാറ്റത്തിലേക്കാണ് ഈ വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതോടെ കേരളം സംസ്ഥാനം കടന്നു പോവുക എന്നുള്ളത് തന്നെയാണ്. വാണിജ്യ രംഗത്ത്, വ്യവസായ രംഗത്ത്, ടൂറിസം രംഗത്ത് തുടങ്ങി എല്ലാ രംഗത്തും ഇത്തരത്തിൽ വലിയ മാറ്റത്തിലേക്ക് വിഴിഞ്ഞം കേരളത്തെ കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പദ്ധതിയാണ് വിഴിഞ്ഞം. ഇത്തരത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പദ്ധതിയാണ് വിഴിഞ്ഞം എന്നുള്ളത് തന്നെയാണ്. ഈ വലിയ അന്താരാഷ്ട്ര തുറമുഖം അത് വിഴിഞ്ഞത്തെത്തുമ്പോൾ, കേരളത്തിലെത്തുമ്പോൾ അത് ഇന്ത്യയിൽ എന്ന പോലെ തന്നെ കേരളത്തിനും അതൊരു അഭിമാന നിമിഷമായി മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെന്റ് തുറമുഖമാണ് ഈ വിഴിഞ്ഞത്ത് ഉള്ളത്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ പദ്ധതിയാണ് ഇത്തരത്തിൽ വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഇത്തരത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ മദർ പോർട്ട് കൂടിയാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. ആഴം എന്ന് പറയുന്നത് 18 മുതൽ 20 മീറ്റർ വരെയാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് പോർട്ടാണ് വിഴിഞ്ഞത്തേത്. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ നിക്ഷേപ പദ്ധതി അത് വിഴിഞ്ഞത്താണ്. ഒപ്പം 2-3 ഘട്ടങ്ങളിൽ ഇത് 2028-നകം ഇത്തരത്തിൽ 2-3 ഘട്ടം പൂർത്തിയാക്കും എന്നതാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ആദ്യഘട്ടത്തിൽ 10 ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനുള്ള ശേഷി അത് വിഴിഞ്ഞം തുറമുഖത്തിന് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. പൂർണ്ണമായും ഓട്ടോമേറ്റഡായ 23 യാർഡ് ക്രെയിനുകൾ വിഴിഞ്ഞത്തുണ്ട്. ഒപ്പം സെമി ഓട്ടോമേറ്റഡായ 8 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും വിഴിഞ്ഞത്തുണ്ട്. ഇതൊക്കെ തന്നെയും വലിയ രീതിയിൽ ചരക്ക് ഗതാഗതം സുഗമമാക്കുന്ന തരത്തിൽ വിഴിഞ്ഞം തുറമുഖത്തെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൻ്റെ വികസനത്തിന് അത് വലിയൊരു നാഴികക്കല്ലാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ വാണിജ്യ രംഗത്ത്, വ്യവസായ രംഗത്ത്, തൊഴിൽ രംഗത്തൊക്കെ തന്നെയും വലിയ മാറ്റങ്ങളാണ് വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. വിഴിഞ്ഞം പ്രദേശത്തെ സംബന്ധിച്ച് അത് നേരത്തെ തന്നെ മുൻകാലങ്ങളിൽ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ വിഴിഞ്ഞം തുറമുഖം അല്ലെങ്കിൽ വിഴിഞ്ഞം എന്ന് പറയുന്ന പ്രദേശം അത് വാണിജ്യ രംഗത്ത് നേരത്തെ തന്നെ ഒരു വാണിജ്യ മേഖലയായാണ് ചരിത്രം വിഴിഞ്ഞത്തെ അടയാളപ്പെടുത്തുന്നത്. അത് തന്നെ ഇപ്പോഴും ഈ തുറമുഖം വന്നതോടുകൂടി അത് കൂടുതൽ ആളുകളിലേക്ക് അല്ലെങ്കിൽ ലോകത്തിന് വിഴിഞ്ഞത്തിലേക്ക് കേരളത്തിലേക്ക് എത്താനുള്ളൊരു സാധ്യതയാണ് വിഴിഞ്ഞം തുറമുഖം തുറന്നിടുന്നത് എന്നുള്ളത് തന്നെയാണ്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്ന സമയത്ത് ഈ വിഴിഞ്ഞം പ്രദേശത്തുള്ളവർക്ക് വലിയ രീതിയിലുള്ള തൊഴിൽ സാധ്യത ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. തുറമുഖവുമായി ബന്ധപ്പെട്ട പ്രദേശവാസികളായ യുവജനങ്ങൾക്ക് അത് കൃത്യമായ തൊഴിൽ സാഹചര്യങ്ങൾ നൽകുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ വാണിജ്യ രംഗത്ത് ഈ അന്താരാഷ്ട്ര തുറമുഖം വിഴിഞ്ഞത്തുണ്ടാകുമ്പോൾ അത് വലിയ രീതിയിലുള്ള ചരക്ക് കപ്പലുകൾ വരുന്നൊരു സാഹചര്യം, അങ്ങനെ വലിയ രീതിയിലുള്ളൊരു സാഹചര്യം വിഴിഞ്ഞത്ത് തുറന്നിടുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഇന്ത്യയിൽ ഒരു ഇടത്തും ഇത്തരത്തിലുള്ള മദർ പോർട്ടുകൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ വലിയ സാധ്യതകൾ വിഴിഞ്ഞത്തേക്ക് വരാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം 10 നോട്ടിക്കൽ മൈൽ ദൂരത്തിലാണ് ഇത്തരത്തിൽ അന്താരാഷ്ട്ര ചരക്ക്
ചാനൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുവഴി പോകുന്ന മദർഷിപ്പുകൾക്ക് നങ്കൂരമിടാൻ വിഴിഞ്ഞം ഒരു സ്ഥലമായി മാറുകയും ഇത്തരത്തിൽ വാണിജ്യ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ വിഴിഞ്ഞത്തിലൂടെ കഴിയും എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ അതിനൊപ്പം തന്നെ ഈ വാണിജ്യം, വ്യവസായം, ഒപ്പം തൊഴിൽ എന്ന് പറയുന്നതിനൊപ്പം തന്നെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടി വിഴിഞ്ഞം പദ്ധതി ഒരു ഊന്നൽ നൽകുക, അല്ലെങ്കിൽ വിഴിഞ്ഞം പദ്ധതിയിലൂടെ വിനോദസഞ്ചാര മേഖലയിലും ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. ഈ റിംഗ് റോഡുകൾ അടക്കമുള്ള സാഹചര്യങ്ങൾ വരുന്ന സമയത്ത്, അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ വിഴിഞ്ഞത്തുണ്ടാകുന്ന സമയത്ത് അത് തിരുവനന്തപുരം ജില്ലയുടെയും തിരുവനന്തപുരം നഗരത്തിൻ്റെയും ഒപ്പം കേരളത്തിൻ്റെയും വികസനത്തിന് അത് വലിയൊരു മാറ്റം സൃഷ്ടിക്കും എന്നുള്ളത് തന്നെയാണ്. പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ സഹകരിപ്പിച്ചുകൊണ്ടുള്ള സോണുകൾ സൃഷ്ടിക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നുള്ളത് തന്നെയാണ്. പ്രത്യക്ഷമായും പരോക്ഷമായും നിരവധി തൊഴിലവസരങ്ങൾ വിഴിഞ്ഞ പ്രദേശത്ത് അടക്കമുള്ളവർക്ക് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു പദ്ധതി ഒരു പ്രദേശത്ത് വരുന്ന സമയത്ത് അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കേണ്ടത് ആ പ്രദേശത്തുള്ളവർക്കാണ്. അത് കൃത്യമായും നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു. അസാപ്പ് പോലുള്ള കേന്ദ്രങ്ങൾ, അതിനൊപ്പം തന്നെ വിഴിഞ്ഞം പോർട്ടിന്റെ അധികൃതർ നടത്തുന്ന കോഴ്സുകളൊക്കെ തന്നെയും നേരത്തെ തന്നെ ഈ വിഴിഞ്ഞം പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ ആ പ്രദേശത്ത് നടപ്പിലാക്കി വന്നിരുന്നു. അത്തരം കാര്യങ്ങൾ ഈ പ്രദേശവാസികൾക്ക് വലിയ രീതിയിലുള്ള ഒരു തൊഴിൽ അവസരങ്ങൾ നൽകുന്നുണ്ട്. അത് പോർട്ടിന്റെ ഭാഗത്ത്, അതായത് പോർട്ടുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങൾ, അതിനൊപ്പം ഈ ചരക്ക് ഗതാഗതം സുഗമമാകുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള തൊഴിൽ സാഹചര്യങ്ങളൊക്കെ തന്നെയും ആ പ്രദേശത്തുള്ളവർക്ക് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ്. ഒപ്പം ഈ റിംഗ് റോഡുകളും റെയിൽ ഗതാഗതവും ഒക്കെ വരുന്ന സമയത്ത് അത് വിഴിഞ്ഞത്തേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. കാരണം ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട റിംഗ് റോഡുകൾ വരുന്നുണ്ട്, ഒപ്പം റെയിൽ ഗതാഗതം, റെയിൽ പാതകളും വരുന്നുണ്ട്. ആ സാഹചര്യമൊക്കെ തന്നെയും ഈ ആളുകളെ വിഴിഞ്ഞം പ്രദേശത്തേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഈ ലോകത്തിന് മുന്നിൽ വിഴിഞ്ഞം ഒരു വാതായനം തുറക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ ഇന്ത്യയുടെ വ്യാപാര ഭൂപടത്തെ മാറ്റിമറിക്കുന്നതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്നത്. സംസ്ഥാനത്ത് സമഗ്ര മുന്നേറ്റത്തിനും വിഴിഞ്ഞം വഴിയൊരുക്കുകയാണ്. പശ്ചാത്തല വികസനവും തൊഴിൽ ലഭ്യതയും ടൂറിസം മേഖലയിലെ വളർച്ചയുമാണ് സംസ്ഥാനത്തിന്റെ പ്രധാന പ്രതീക്ഷ എന്ന് പറയുന്നത്. അത്രത്തോളം പ്രതീക്ഷയോടെ മുൻപോട്ട് പോകുന്ന ഒരു പദ്ധതി എല്ലാ തരത്തിലും ജനങ്ങൾക്ക് കൂടുതൽ ഗുണമാകാൻ പോകുന്ന ഒരു പദ്ധതിയായി വിഴിഞ്ഞം മാറുന്നു. നമുക്കറിയാം, പല പ്രതിസന്ധികളും മറികടന്നുകൊണ്ടാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് എന്നുള്ളത്. അതിൽ പ്രകൃതി പോലും ഒരു ഘട്ടത്തിൽ പ്രകൃതിക്ഷോഭങ്ങൾ പോലും ഉണ്ടായി പ്രതിസന്ധി സൃഷ്ടിച്ച ഒരു സാഹചര്യം, രാഷ്ട്രീയപരമായ ചില പ്രശ്നങ്ങൾ, എതിർപ്പുകൾ വന്നു. മാത്രമല്ല സാമ്പത്തിക പ്രയാസങ്ങളുമൊക്കെ നേരിട്ടുകൊണ്ട് വന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് അത് വിഴിഞ്ഞത്തെ സംബന്ധിച്ച് നിരവധി പ്രതിസന്ധികളിലൂടെ തന്നെ മുൻപോട്ട് പോയി എന്ന് വേണം പറയാൻ. ഇപ്പോൾ ഇതാ പോർട്ടുകളുടെ പോർട്ടായി, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പോർട്ടുകളുടെ പോർട്ടായി വിഴിഞ്ഞം പദ്ധതി തുറമുഖം മാറുമ്പോൾ അത് ഏറെ അഭിമാനകരമായ നിമിഷമാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ തൊഴിലവസരങ്ങൾ വരുന്നു എന്നുള്ളതാണ്. യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഇതിലൂടെ വരുന്നു. അതിനുള്ള കാര്യങ്ങളുമായിട്ടായിരിക്കും ഇനി മുൻപോട്ടുള്ള നീക്കുപോക്കുകളും എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിൻ്റെ വിവരങ്ങളാണ് നമുക്ക് സുലേഖ നൽകിയത്.